ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെറുപയർ ദോശയുടെ ഒരു ഹെൽത്തി ദോശയാണ്. അതിനായിട്ട് ഞാൻ ഈ കപ്പിൽ 1/2 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ആ കപ്പിൽ തന്നെ 1/2 കപ്പ് പച്ചരി, ഒരു ചെറിയ ടീസ്പൂൺ ഉലുവ ഇടുന്നുണ്ട്, 1/2 കപ്പ് ഉഴുന്നിടുന്നുണ്ട്. ഇവയെല്ലാം നല്ലോണം കഴുകി ഞാൻ ഈ പാത്രം നിറച്ച് വെള്ളത്തിൽ കുതിരാൻ വെക്കുകയാണ്. ഇനി ഒരു 5 മണിക്കൂറായിട്ട് നമുക്ക് എടുക്കാം. ചെറുപയറും അരിയെല്ലാം ഞാൻ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുതിർന്നിട്ടുണ്ട്. ഒരു 5 മണിക്കൂറെ നമുക്ക് ഇനി ഒരു മിക്സിയിലേക്ക് ഇട്ട് അരച്ചെടുക്കാം. ഇത് അരയാനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലോണം ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം. ആദ്യം ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. പകുതിയോളം അരച്ചെടുത്തിട്ട് ഇനി 2 കയ്യിൽ ചോറിട്ട് കൊടുക്കാം. ചോറിന് പകരം അവല് വേണമെങ്കിലും ഇടാട്ടോ. ഞാനിപ്പോൾ ചോറായിട്ട് കൊടുക്കുന്നത്. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ പരുവത്തിൽ. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് കൈ വെച്ചൊന്ന് ഇളക്കാട്ടെ. നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഫെർമെന്റേഷന് വേണ്ടിയാട്ടെ, വേഗം ഫെർമെന്റ് ആയി കിട്ടും. ഞാനിത് ഇളക്കി മാറ്റി വെക്കാൻ കേട്ടോ. ഇത് ഇളക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് വേണ്ടി ചുട്ടെടുക്കാം. ഞാൻ നാളത്തേക്ക് കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം നിന്ന് ഫെർമെന്റ് ആയി നല്ലോണം കിട്ടും. അപ്പം നാളെ നമുക്ക് കാണാം. ഇന്നലെ വെച്ച ചെറുപയർ ദോശയുടെ മാവ് നമുക്ക് പൊങ്ങിയോ നോക്കാട്ടെ. അത് നല്ലോണം പൊങ്ങിയോ നിറഞ്ഞിട്ടാ. നമുക്കിതൊന്ന് ഇളക്കി വെക്കാം. നല്ല പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ആവശ്യത്തിന് എടുത്ത് ഉപ്പിട്ട് ദോശ ഇടാം. ദോശയ്ക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നല്ല സോഫ്റ്റ് ആയ ദോശയാണ്. ഞാൻ തട്ട് ദോശയായിട്ട് ഉണ്ടാക്കിയ ക്രിസ്പി ദോശ അങ്ങനെ ഉണ്ടാക്കാട്ടാ. നമുക്കിനി ചമ്മന്തി ഒഴിക്കാം. നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ദോശ ഉണ്ട് ചെറുപയർ ദോശ. ചെറുപയറൊക്കെ തിന്നാത്ത മക്കൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കരുത്, കഴിച്ചോളും. പ്രത്യേകിച്ച് ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. നമുക്കിത് കഴിച്ചു നോക്കാം. ചട്നിയിൽ മുക്കി